ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. സുഭിക്ഷതയിൽ കഴിഞ്ഞിരുന്നു ധനവാൻ. വലിയ സമ്പത്തിൻ്റെ ഉടമ, മൃഷ്ടാന്ന ഭോജനം, സമൃദ്ധിയെ കൈവെള്ളയിൽ അമ്മാനമാടിയ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ ഉണ്ടായിട്ടില്ല. ആഘോഷപ്പെരുമയുടെ നാളുകളിലൂടെയാണ് അവൻ കടന്നുപോയത്. അവൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ലാസർ എന്ന ദരിദ്രനുണ്ടായിരുന്നു. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും മറുവാക്ക്. പട്ടിണിയായിരുന്നു എല്ലാ ദിവസവും. ധനവാന്റെ വീടിൻ്റെ വാതിൽക്കൽ ഭിക്ഷയാചിക്കുമ്പോൾ അവൻ കൊടുക്കുന്ന വലിച്ചെറിയുന്ന അപ്പക്കഷ്ണങ്ങൾ അതുകൊണ്ട് സംതൃപ്തനായി ഒതുങ്ങിക്കഴിഞ്ഞൊരു മനുഷ്യൻ. ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആഘോഷമായ വലിയ അടക്ക് അവന് ലഭിച്ചു. ധനവാന്റെ മരണം ആഘോഷമായെങ്കിൽ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് ലാസർ മരിച്ചു എന്നാണ്. മിക്കവാറും പാതയോരത്തെവിടെയെങ്കിലും വീണ് തീർന്നു പോയിട്ടുണ്ടാകും. നേരെ ചൊവ്വേ അവനെ കൊണ്ടുപോയി നടക്കാൻ പോലും ആരും ഉണ്ടായിരുന്നിരിക്കില്ല. ചിലപ്പോഴെങ്കിലും തെരുവട്ടികളോ മൃഗങ്ങളോ വലിച്ചു കീറി തീർന്നു പോയൊരു ജീവിതം. പക്ഷേ ഇതിൻ്റെ രണ്ടാം ഭാഗം നമ്മളെ അതിശയിപ്പിക്കും. തെരുവോരത്ത് വലിച്ചെറിയപ്പെട്ട ലാസർ അബ്രാഹത്തിൻ്റെ മടിയിൽ എല്ലാം കൈപ്പിടിയിലൊതുക്കി സമൃദ്ധിയുടെ നടുവിൽ ജീവിച്ചവൻ അന്ധകാരത്തിൽ അഗ്നി പരീക്ഷയ്ക്ക് വിധേയമായിട്ട് ദുരിതമനുഭവിക്കുന്നു. കണ്ണുയർത്തി നോക്കിയപ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലെ ലാസറിനെ കണ്ട് ധനവാൻ കേണ് കരഞ്ഞപേക്ഷിക്കുകയാണ്, എന്നെ കൂടെ രക്ഷിക്കണം, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ലാസറിനെ എൻ്റെ അടുക്കലേക്ക് നയിക്കണം. അഗാധമായൊരു ഗർത്തത്തെക്കുറിച്ചും അസാധ്യമായ കൂടിച്ചേരലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് അവനെ അയക്കണം. അവരെങ്കിലും നാളെ ഈ തീനരകത്തിൽ വന്ന് വീഴാതിരിക്കട്ടെ. അവിടെയും അബ്രഹാം മറുപടി പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഒക്കെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ധനവാൻ ഒരു തെറ്റ് ചെയ്തതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. പരമ്പരാഗതമായ പാപത്തിൻ്റെ നിർവചനത്തിൽ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ എന്നിങ്ങനെയുള്ള വിഭജനങ്ങളില്ലായിരുന്നല്ലോ. ഉപേക്ഷയാലുള്ള പാപമെന്നത് ഒരുപക്ഷെ ഈ ധനവാന്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ പിന്നീട് രൂപീകരിക്കപ്പെട്ട ഒരു തിയറിയാണ്. ഉപേക്ഷയാൽ പാപം ചെയ്യുക, ചെയ്യാമായിരുന്ന നന്മകൾ ചെയ്യാതിരിക്കുക, സഹായിക്കാമായിരുന്നവനെ സഹായിക്കാതിരിക്കുക, സ്നേഹിക്കേണ്ടിയിരുന്നവനെ സ്നേഹിക്കാതിരിക്കുക, പരിഗണന കൊടുക്കേണ്ടവന് പരിഗണന കൊടുക്കാതിരിക്കുക. അത് പാപത്തിൻ്റെ ഗൗരവമുള്ള തലമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ പലരുടെയും ലിസ്റ്റിൽ ഈ പാപം ഇന്നുമില്ല. പാതയോരത്ത് മുറിവേറ്റ് കിടക്കുന്നവനെ ആശ്വസിപ്പിക്കാത്തത് പാപമായിട്ട് ഇന്ന് പലരും ഏറ്റു പറയാറില്ല. നല്ല സമറായക്കാരൻ്റെ ഉപമയിൽ പുരോഹിതനും ലേവായനും ചെയ്ത തെറ്റ് ആ പാവപ്പെട്ട മനുഷ്യനെ കടന്നുപോയി എന്നതാണ്. അവനെ ചേർത്ത് പിടിച്ചതും സ്വത്തും സമയവും വ്യയം ചെയ്ത് സഹായിച്ചതും
വിജാതീയനായ സമറിയാക്കാരനായ മനുഷ്യൻ അവൻ്റെ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നാമും കടപ്പെട്ടവരാണ് അപരനെ സഹായിക്കാനെന്ന്. അവൻ്റെ ആവശ്യങ്ങളിൽ അവനെ സഹായിക്കുന്നവനാണ് നല്ല അയൽവാസി, നല്ല ക്രിസ്ത്യാനി, നല്ല ക്രിസ്തു ശിഷ്യൻ. ആ ഒരു വിളിയുടെ നിയോഗം നമുക്ക് ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് എൻ്റെ മാത്രം സുഖവും എൻ്റെ മാത്രം സൗകര്യങ്ങളും എൻ്റെ മാത്രം സുഭിക്ഷതയും സ്വപ്നം കണ്ട് ഒരുവന് ജീവിക്കാനാകില്ലെന്നും ലാസറുമാരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നീ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നതുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവ വഴിയിലൂടെ നടക്കാനാകും. ആരെയും മാറ്റി നിർത്താനല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ്. പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവരെ, ഓപ്ഷൻ ഫോർ ദ പുവർ എന്ന കൺസെപ്റ്റ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുവാനുള്ള ധാർമ്മികമായ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. ഇന്ന് മലയാളി തിരുവോണം ആഘോഷിക്കുകയാണ്. പതിവ് പോലെ ഈ വർഷവും സോഷ്യൽ മീഡിയയിലൂടെ ഈ ആഘോഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. മഹാബലി എന്ന രാജാവിനെയും വാമനൻ എന്ന ദൈവത്തെയും ഒന്നും അല്ലല്ലോ മലയാളി ഈ ആഘോഷവേളയിൽ അനുസ്മരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപൂർവം ചില ഹൈന്ദവ ദേവാലയങ്ങളിൽ മാത്രമാണ്. കേരളത്തിലെ മനുഷ്യർ സമൃദ്ധിയുടെ ഓണം ആഘോഷിക്കുന്നത് ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിലെങ്കിലും പരീക്ഷിക്കപ്പെടുമ്പോഴും തളർന്നു വീഴുമ്പോഴും ഒരാഘോഷത്തിൻ്റെ സന്തോഷം. കാണം വിറ്റും ഓണമുണ്ടെന്ന മലയാളി ഒരു വർഷത്തിൻ്റെ ഇല്ലായ്മകളുടെയും അല്ലായ്മകളുടെയും നടുവിൽ ഒരു നേരത്തെ ആഹാരം സന്തോഷത്തോടെ കഴിക്കുന്നതിൻ്റെ കൂട്ടായ്മയാണ്. മലയാളി ഉള്ളിടത്തെല്ലാം ഓണം ആഘോഷിക്കുമ്പോൾ അവിടെയൊക്കെ ഹിന്ദുമതത്തിൻ്റെ പ്രചാരണമാണ് നടക്കുന്നത് എന്നുള്ള അബദ്ധ സിദ്ധാന്തം ആരിലൂടെയൊക്കെയോ നമുക്ക് നൽകപ്പെടുമ്പോൾ നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയുടെ ഒരു സന്തോഷമാണ് നഷ്ടപ്പെടുക. ലോകമെമ്പാടും എല്ലാ ജനങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അത് നവവത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്കിൽ കൂടി ആഘോഷിക്കുമ്പോൾ നമ്മളാരും അതിനെതിര് പറയാറില്ല, ഹൈന്ദവരും എതിര് പറയാറില്ല. നമുക്ക് ഹിന്ദുമതത്തെ പുൽകണമെന്നോ ഹിന്ദുമത വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നോ മഹാബലിയുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഈ ആഘോഷ പെരുമയാണ് സമൃദ്ധിയുടെ വിളവെടുപ്പിൻ്റെ ഈ ആഘോഷം. ഒന്ന് ചേർന്ന് ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് സന്തോഷിക്കുന്ന ഒരു വേള, അതിനെ പോസിറ്റീവായിട്ട് കരുതുന്നത് നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിനെ അങ്ങനെ തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് ശക്തമായൊരു തീരുമാനത്തിലേക്ക് വരുവാൻ പോരുന്ന നീതീകരണമൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ അനുവാചകരായ നിങ്ങൾക്ക് ഏവർക്കും ഈ സന്തോഷത്തിൻ്റെ തിരുവോണത്തിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുകയാണ്. വേദനിക്കുന്നവനെയും കഷ്ടപ്പെടുന്നവനെയും നൊമ്പരം അനുഭവിക്കുന്നവനെയും പീഡനം അനുഭവിക്കുന്നവനെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ സുഖം, ധനവാൻ ലാസറിനെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടേണ്ട സന്തോഷം, അത് ഓണത്തിൻ്റെ സന്ദേശം കൂടിയാണ്. അതുകൊണ്ട് ആ ഓണത്തിൻ്റെ പൊലിമ ധനവാന്റെയും ലാസറിൻ്റെയും ഉമ്മയുടെ പശ്ചാത്തലത്തിൽ തന്നെ ആഘോഷിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, സമൃദ്ധിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, ആ സന്തോഷം എല്ലാവർക്കും സ്വപ്നം കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം മാവേലി നാടുവാണിയിടും കാലമെന്ന് തുടങ്ങുന്ന ഗാനത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. കള്ളപ്പറയില്ലാത്ത, കള്ളനാഴികളില്ലാത്ത, അക്രമവും അനീതിയുമില്ലാത്ത, എല്ലാവരും സമത്വസുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്നൊരു ലോകം. അതല്ലേ യഥാർത്ഥത്തിൽ ദൈവരാജ്യം? ആ ഒരു ദൈവരാജ്യത്തിൻ്റെ വളർച്ച തന്നെയാണ് ഏവരും സ്വപ്നം കാണേണ്ടത്.
ആരുമാരെയും കീഴടക്കാൻ ശ്രമിക്കാത്ത, ആരുമാർക്കെതിരെ കൊലവിളി നടത്താത്ത, ആരും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്താത്ത, അഴിമതിയും അക്രമവുമില്ലാത്ത, വെറുപ്പും വൈരാഗ്യവുമില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു പറുദീസ. അത് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.